നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധവും ക്രൂഡ് ഓയിൽ വിലയും രക്ഷിച്ചു. റബ്ബർ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര വിലയിൽ 5 ദിവസത്തിനിടെ 35 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോള റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിലെ പ്രതിസന്ധി രാജ്യാന്തര റബ്ബർ വിലയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രാജ്യാന്തര റബ്ബർ വില കിലോഗ്രാമിന് 30 രൂപയ്ക്ക് മുകളിലാണ് കൂടിയത്. ബാങ്കോക്ക് നിരക്കിൽ RSS 1 ഗ്രേഡിന് 262 രൂപ 63 പൈസയാണ് വില. യുദ്ധം മൂലം ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത്, കൃത്രിമ റബ്ബർ ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതും ആവശ്യകതയ്ക്കനുസരിച്ച് ഇത്തവണ ഉൽപ്പാദനം ഉണ്ടാകുന്നില്ലെന്നതുമാണ് റബ്ബർ വിലയിൽ പ്രതിഫലിക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ 200 രൂപയിൽ താഴെയായിരുന്നു അന്താരാഷ്ട്ര വില. ക്രൂഡിൻ്റെ ഇമ്പാക്റ്റ്. ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് സിന്തറ്റിക് റബ്ബർ. എണ്ണവില ഉയരുമ്പോൾ സിന്തറ്റിക് റബ്ബർ നിർമ്മാണ ചെലവ് കൂടും. ഇത്തരം സന്ദർഭങ്ങളിൽ നിർമ്മാതാക്കൾ പ്രകൃതിദത്ത റബ്ബറിലേക്ക് മാറും. ഇതോടെ പ്രകൃതിദത്ത റബ്ബറിൻ്റെ വിലയും ഉയരും. ക്രൂഡ് വില അടുത്തെങ്ങും താഴില്ലെന്ന സൂചനകൾ വന്നതോടെ ടയർ കമ്പനികൾ കൂടുതലായി വിപണിയിൽ നിന്ന് ചരക്ക് ശേഖരിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര വിലയും കയറുന്നു. കേരളത്തിലെ റബ്ബർ വിലയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുകയാണ്. RSS 4 ഗ്രേഡിൻ്റെ വില കിലോഗ്രാമിന് 228 രൂപയായി. ഒരു മാസത്തിനിടെ വിലയിൽ 34 രൂപയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയ സമയത്ത് വിപണിയിൽ നിന്ന് വിട്ടുനിന്ന ടയർ കമ്പനികൾ ഇപ്പോൾ നയം മാറ്റിയിരിക്കുകയാണ്. രാജ്യാന്തര വില ഉയർന്നാൽ ഇറക്കുമതി നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് ടയർ കമ്പനികൾ സജീവമായത്. ഈ നില തുടർന്നാൽ അധികം വൈകാതെ വില 250 രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. വില ഉയർന്നെങ്കിലും കേരളത്തിലെ കർഷകരുടെ കയ്യിൽ ആവശ്യത്തിന് ചരക്കില്ല. കടുത്ത ചൂട് കാരണം പലയിടത്തും ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. പാൽ കുറഞ്ഞതാണ് കാരണം. വേനൽ മഴ നന്നായി കിട്ടിയാൽ ഉൽപ്പാദനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ റബ്ബർ വില 250 രൂപ കടക്കുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. 250 രൂപ എത്തുവാണെങ്കിൽ നമുക്കൊരു ആശ്വാസം ആകുമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പണ്ട് 250 രൂപ ആയിരുന്ന സമയത്ത് $5 250 രൂപയായിരുന്നു വില. ഇന്ന് $5 വേണമെങ്കിൽ ഏകദേശം 500 രൂപയ്ക്ക് അടുത്ത് വില കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു 500 രൂപ വന്നെങ്കിലേ പഴയ ഒരു ആ വില തിരിച്ചു വരവ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതാണിപ്പോൾ റബ്ബറിന് വില വർദ്ധിക്കാനുണ്ടായ കാരണങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.